പടിയാക്കലിൽ ഈ ശാസ്ത്രജ്ഞന് ഗുരുസ്ഥാനിയൻ സാക്ഷാൽ മാൻഡ്രേക്ക്. കള്ളക്കണക്ക് സൂത്രം ഗ്രഹിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട ശാസ്ത്രജ്ഞന് മുന്നിൽ എനക്ക് ശിഷ്യത്വം തരുമോ എന്ന് മാൻഡ്രേക്ക് കെഞ്ചിയ കഥ വേറെ. ഇപ്പോൾ നാട്ടുകാരുടെ പള്ളുവിളിയുടെ കാഠിന്യം കുറയ്ക്കാൻ ഒരു ശ്രമം. വണ്ടി പിടിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് വാങ്ങി മിണ്ടാട്ടമുട്ടി മാൻഡ്രേക്ക് ഒരു മൂലയിൽ. മാസപ്പടി സ്ഥിതേ പുത്രി കാരണാഭൂത തുങ്കം കഴുകായ കുതിരോ ഇടം കക്ഷായ പക്ഷം. 19ാമത്തെ അടവ് പൊടി തട്ടി ദാ നോം വീണ്ടും വന്നിരിക്കണു. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. തിരുവനന്തപുരം നഗരത്തിലല്ല, വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ നെടുമങ്ങാട് പ്രദേശത്തു കൂടി അവിടുത്തെ പഴയ റബ്ബർ തോട്ടങ്ങളൊക്കെ വഴി കടന്നു വരുന്ന വലിയൊരു ഇടനാഴി. ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലുവാണ്. വായിൽ കൂടി ഇറങ്ങി അന്നനാളം വഴി ആമാശയ ഭിത്തികളെ തകർത്തുകൊണ്ട് ദഹിക്കാതെ മൂലംകുഴി വഴി പുറത്തേക്ക് തള്ളുന്ന ഉരുട്ടിക്കുഴച്ച ചോറ് ഇടയിൽ എവിടെയൊക്കെയോ നാഡീഞരമ്പുകളിൽ തട്ടി ത്രസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് ശാസ്ത്രജ്ഞൻ എന്ന് തോന്നുന്നു. ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥയിലും ഇത്തരം പുലമ്പലുകൾ നടത്തണമെങ്കിൽ അത് ഈ അത്ഭുത പ്രതിഭാസങ്ങളെ കൊണ്ടേ സാധ്യമാവൂ. വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് നെടുമങ്ങാട് വഴി ഒരു കണ്ടം അങ്ങ് ഒരുക്കി തന്നാൽ അതുവഴി എങ്ങോട്ടെങ്കിലും ഓടിത്തള്ളി സ്ഥലം കാലിയാക്കി തരാമോ സൈദ്ധാന്തിക? എങ്കിലൊരെണ്ണം കുറച്ച് ഞങ്ങൾ അനുഭവിച്ചാൽ മതിയല്ലോ. അവിടെയൊക്കെ സാറ്റലൈറ്റ് ടൗണുകള്, ഒരു നോളജ് സിറ്റി, ഇതൊക്കെയുള്ള സംവിധാനം. ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണിത്. ആർക്കോ വേണ്ടി കത്തുന്നതും അടിച്ചു പോയതുമായ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് വേണ്ടി 10 രൂപ മുടക്കിയിരുന്നെങ്കിൽ പൊതുജനത്തിന് രാത്രി വഴി നടക്കാമായിരുന്നു. ടയർ മാറ്റാനില്ലാത്ത KSRTCയെ ചുമന്നുകൊണ്ട് തന്നെ ടവർ സ്ഥാപിക്കുന്ന കാര്യം പറയണം കേട്ടോ. അതല്ലെന്ന് ഈ തള്ളൊക്കെ കേട്ട് രോമാഞ്ചം കയറി ഇമചിമ്മാതെ നോക്കിയിരുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അടിമച്ചങ്ങല പൊട്ടിക്കാത്ത വേറൊരു കൂട്ടരുണ്ട്. അതാണ് ഏറ്റവും വലിയ വിസ്മയം. ഇതിനെല്ലാം കൂടി ചുരുങ്ങിയത് 1 ലക്ഷം 1.25 ലക്ഷം കോടി രൂപ ചെലവ് വരും. എന്തോന്നാ ഈ ഹരിക്കുമ്പോഴും കുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും കുണിച്ചും നോക്കുന്നല്ലേ. നാട്ടുകാര് വയറിലും വായിലും ചുരുങ്ങിയത് ഊറ്റി നാടുചുറ്റൽ പ്രഹസനം ഉൾപ്പെടെ നടത്തിയത് പോരാ, ഇനി 1.5 ലക്ഷം കോടി പിഴിഞ്ഞ് സാങ്കേതിക കേരളത്തിന് കൂടി കല്ലിടണം അല്ലേ? പേപ്പറിൽ കിടക്കുന്നതും ഇട്ട തറക്കല്ലിൽ പുല്ല് വളർന്നതും അല്ലാതെ ഈ കോടികളൊക്കെ പൊടിച്ച് ഏതെങ്കിലും ഒരു ഉടായ്പ് ജനങ്ങൾക്ക് ഒതുക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾക്കും അറിയാം. പിന്നെയും വന്നിരുന്ന് ഞങ്ങളെ ചുരുക്കി കൂട്ടാനുള്ള പദ്ധതി പ്രഖ്യാപിക്കാൻ കാണിക്കുന്ന ധൈര്യം. 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ഇനിയുള്ളൊരു 5 വർഷം കൊണ്ട് വരുത്താനുള്ള പരിപാടിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കും. അയ്യോ, ഇത്രയും നല്ല ഉദ്ദേശമായിരുന്നു ഈ സ്വപ്ന സഞ്ചാരത്തിന് പിന്നിലെന്ന് അറിഞ്ഞില്ല കേട്ടോ. 5 വർഷം കഴിഞ്ഞ് യൂറോപ്പിനെ കവച്ചു വയ്ക്കുന്ന അവസ്ഥയിൽ നവകേരളം പുലരുമ്പോൾ അണ്ണന്റെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അവശേഷിപ്പ് പോലും ഉണ്ടാകില്ലല്ലോ എന്ന ദുഃഖം മാത്രം. 2.5 ലക്ഷം കോടി നിസാരമായിട്ട് കടമെടുക്കാൻ കഴിയുന്ന അനന്തമായ ഒരു പെൻഷൻ ഫണ്ട് സിസ്റ്റം ഇടതുപക്ഷത്ത് ഇപ്പോൾ ഉണ്ടല്ലോ. ഇങ്ങനെ ഇരുന്ന് ഉമ്മിനീര് വറ്റി ചേറി കയറേണ്ട വല്ല കാര്യം ഉണ്ടോ അച്ചായ? നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തും. ക്ഷാമമൊക്കെ എന്നേ ഉറപ്പുവരുത്തി. ക്ഷാമപ്രവർത്തനങ്ങൾ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുമെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാമ്പത്തിക ക്ഷാമം, വൈദ്യുതി ക്ഷാമം, കുടിവെള്ളക്ഷാമം എന്ന് വേണ്ട ഊരിപ്പിടിച്ച വാളിനിടയിൽ സൂര്യൻ പെട്ട ശേഷം ഇപ്പതാ ഇത്തിരി തണലിന് പോലും ക്ഷാമമായി. അവരുടെ പെൻഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ വീട്, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോണ സ്കൂള്, അവർ ചികിത്സക്ക് പോണ ആശുപത്രികൾ, ഇതൊക്കെ ഒന്നാം തരമാക്കും. അതിന് പണം കണ്ടെത്തും. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ
നിക്ഷേപ പദ്ധതികളിലൊന്ന് കേരളത്തിൽ വെച്ചിരിക്കുകയാണ്. അച്ഛന്റെ ഡ്രസ് വെച്ചേ ഞാൻ അപ്പോഴേ പറഞ്ഞ കള്ളനെ പിടിച്ച് കൂടെ നിർത്തരുത്. നിങ്ങളെല്ലാരും കൊണ്ടു നടന്ന് നിക്ഷേപിച്ചതുപോലെ ഇന്ത്യയിലെ വേറെ ഏത് നേതാവിനെ കൊണ്ട് ഒക്കും സഖാവേ. സഹകരണ ബാങ്കിലെ കണ്ടവരുടെ നിക്ഷേപം സ്വന്തം നിക്ഷേപമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ആ വൈഭവം ഓർക്കാൻ വയ്യ. ഇവിടെ നടത്തിയ നിക്ഷേപങ്ങൾക്കൊക്കെ പലിശ സഹിതം ജനങ്ങൾ കരുതി വെച്ചിരിക്കുവാ ആന്ന്. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ അച്ചായ, ആ പാവം കേജ്രിവാൾ എന്നാ തെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എന്ന് കയറി ആ മാൻഡ്രയ്ക്ക് കൈ കൊടുത്തത്? ചുമ്മാതാന്നോ നാട്ടുകാർ പറയുന്നേ? ചെന്ന് നിൽക്കുന്നടാ മുച്ചോടും മുടിയും. നേരെ ചൊവ്വേ പോയ കേജ്രിവാളതെ ഭാവിയും വർത്താനവും കയ്യിൽ നിന്ന് പോയി മൂലയിലായിട്ടുണ്ട്. ഇവിടാണെ പ്രളയം തന്നു തുടങ്ങിയതാ, ഇപ്പോതാ വരൾച്ചയുടെ വക്കി വരെ എത്തി. എല്ലാം മാൻഡ്രേക്ക് മയം. ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ, ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ട, ഓമനക്കുട്ട.